മൊബൈൽ ആക്സസറീസ് ഗോഡൌണിനായി എൻഒസിക്ക് വേണ്ടി അപേക്ഷിച്ച ആലുവ സ്വദേശിയിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ട കൊച്ചി നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ വിജിലൻസിന്റെ പിടിയിലായി. ഹെൽത്ത് ഇൻസ്പെക്ടർ RS മധു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനു, കണ്ടിജൻസി വിഭാഗം ജീവനക്കാരൻ ജോൺ എന്നിവരാണ് വിജിലൻസിന്റെ പിടിയിലായത്. എൻഒസിക്കായി 50,000 രൂപയാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. ആലുവ സ്വദേശി ഇത് സംബന്ധിച്ച് വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു ഇവർ. 10,000 രൂപ കൈക്കൂലി നൽകുന്നതിനിടെയാണ് വിജിലൻസ് SP ശശിധരന്റെ നേതൃത്വത്തിൽ DYSP ജയരാജ് ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തത്. ഒരു തരത്തിലും കൈക്കൂലി വെച്ചുപുറപ്പിക്കുകയില്ല എന്ന വിജിലൻസ് DYSP ശശിധരൻ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ രംഗത്ത് വരണമെന്നും ഏത് ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടാലും അത് വിജിലൻസിനെ അറിയിക്കുവാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലുവ സ്വദേശിയായ ഒരാൾക്ക് പള്ളുരുത്തിയിലെ അയാൾക്ക് ഒരു മൊബൈൽ ആക്സസറീസിന്റെ ഗോഡൌൺ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ പെർമിറ്റിന് കൊടുത്തിരുന്നു. അപ്പോൾ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് ഹെൽത്ത് വിങ്ങിലെ പ്രൊഫഷൻ പള്ളുരുത്തി സോണൽ ഏരിയയിലെ ഹെൽത്ത് വിങ്ങിലെ ഉദ്യോഗസ്ഥന്മാർ 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഒരു അതിന്റെ എറണാകുളം DYSP ടീമിനെയും ബന്ധപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളത് ഒരു അറേഞ്ച് ചെയ്തു. 10,000 രൂപ ഇപ്പോൾ ഇന്ന് രാവിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മധു ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിന്റെ കുറച്ചപ്പുറത്ത് മാറിയിട്ട് സ്വീകരിച്ചു. ഒരു 3 പേരും കൂടിയുള്ള ഒരു ഉദ്യമമായിരുന്നു അത്. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ മധുവിനെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനുവിനെയും കണ്ടിൻജന്റ് വർക്കർ ജോണിനെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് തിരിയും. അവരെ കോടതി മുമ്പ് ഹാജരാക്കും. ഇതിലൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ചു കൊടുപ്പിക്കില്ല. പൊതുസമൂഹം മുൻപോട്ട് വരണം. ഏത് പബ്ലിക് സർവന്റ് എന്ന് പറയുന്ന ആരെയും, അത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ, മറ്റ് പൊസിഷൻസ് വഹിക്കുന്ന ആരും ആയിക്കോട്ടെ, പൊതുമേഖലാ സ്ഥാപനങ്ങളായിക്കോട്ടെ, ഏതായിക്കോട്ടെ, പബ്ലിക് മണി വിനിയോഗം ചെയ്യുന്ന യൂട്ടിലൈസ് ചെയ്യുന്ന ഏത് വിങ്ങായാലും ശരി, പബ്ലിക് സർവന്റ് പിറവിൽ വരികയാണെങ്കിൽ ആരെങ്കിലും കൈക്കൂലി ചോദിക്കുകയോ അല്ലെങ്കിൽ അഴിമതിക്ക് തുനിയുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ പൊതുസമൂഹം ശക്തമായിട്ട് മുൻപോട്ട് വരണം. വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയുണ്ടാവും. തുടർ നടപടികൾക്കായി ഇവരെ നീക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.